ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടെലിവിഷൻ്റെ പ്രേക്ഷകരായി വചനം തിരുവചനം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കുചേർന്ന് കർത്താവിൻ്റെ തിരുവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഒന്നു ചേർന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ അഭിവാദനങ്ങൾ. കർത്താവിൻ്റെ കൃപ കൂടാതെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും സാധിക്കുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിനാൽ ഒരു നിമിഷം അവിടുത്തെ സന്നിധിയിൽ കണ്ണുകളടച്ച് നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും സ്വർഗത്തിലേക്ക് ആരാധ്യനായ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജീവദായകമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ തിരുവചനം യഥാവിധം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള കഴിവ് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായി തീരട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കുചേരുമ്പോൾ ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ ഒരു പ്രത്യേക വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. നമുക്കറിയാം, ദൈവവചനം ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഊർജ്ജസ്വലമായ വചനം നമ്മുടെ ജീവിതത്തിൽ ഫലം പ്രാപിക്കണമെങ്കിൽ ആ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കണം, അതിൻ്റെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. അവിടെയാണ് വചനവ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനമിരിക്കുന്നത്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ വിചിന്തനത്തിനായി നമ്മൾ സ്വീകരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്ന സംഭവം എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ യേശു അനുഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കണ്ടെത്തുന്നത്. ഞാനത് മുഴുവനും ഇവിടെ വായിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു ഭാഗം മാത്രം ഇവിടെ വായിക്കുകയാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം, മരണത്തിന് ശേഷം, പ്രത്യേകിച്ച് ഉത്ഥാനം നടന്ന ആ ദിവസം തന്നെ പ്രഭാതത്തിൽ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഈ വചനഭാഗത്ത് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട്. സഹയാത്രികനായി കടന്നു വന്ന കർത്താവിനോടാണ് അവർ ജെറുസലേമിൽ നടന്ന ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് സഹയാത്രികനായ ഈശോ അവരുടെ മധ്യേ കടന്നു വരുന്നു. നമ്മളിപ്രകാരം വായിക്കുന്നു: ആ ദിവസം തന്നെ, അതായത് ആ ഉത്ഥാനം നടന്ന ദിവസം തന്നെ, ശിഷ്യന്മാരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവുസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്നതായ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവർ യാത്ര ചെയ്തിരുന്നത്. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ആവേശത്തോടെ ഒപ്പം തന്നെ വേദനയോടെ സംസാരിച്ചു കൊണ്ട് അവർ പോകുന്ന അവസരത്തിൽ യേശുവും അവരുടെ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. ഈശോ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? എന്നാൽ അവർ ഉത്തരവൊന്നും പറഞ്ഞില്ല. അവർ മ്ലാനവദനരായിരുന്നുവെന്നാണ് വചനത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം പ്രതീക്ഷകളൊക്കെ അറ്റ മനുഷ്യരായിട്ട് തീർന്നു അവർ. യേശുവിൻ്റെ 12 സ്ലീഹന്മാരായിരുന്നില്ല അവർ, മറിച്ച് യേശുവിൻ്റെ ശിഷ്യഗണത്തിലെ അംഗങ്ങളായിരുന്നു. ഒത്തിരിയേറെ പ്രതീക്ഷയോടുകൂടി യേശുവിനെ അനുധാവനം ചെയ്തിരുന്ന, അടുത്ത് അനുഗമിച്ചിരുന്ന, കൂടെ നടന്നിരുന്ന
ശിഷ്യ സമൂഹത്തിലെ അംഗങ്ങളിൽ 2 പേരാണ് ഇവർ. നമുക്കറിയാം, യേശുവിന് തൻ്റെ ശിഷ്യഗണത്തിൽ വിവിധ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. 12 പേരുടെ ഒരു ഗ്രൂപ്പുണ്ട്, 72 പേരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും ശിഷ്യന്മാരുടെ സമൂഹത്തിൽ തന്നെ. അപ്പോൾ ഈ ശിഷ്യന്മാർ എമ്മാവുസിൽ നിന്നുള്ളവർ അവർ എമ്മാവുസിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഈശോ അവരുടെ കൂടെ സഹയാത്രികനായി കടന്നു ചെല്ലുന്നത്. എന്നാൽ യേശുവിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നുവെന്നാണ് വചനത്തിൽ പറയുന്നത്. ഈശോ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ മ്ലാനവദനരായിരുന്നു. ഇതൊരു വലിയ ഒരു സിംബോളിസമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ സംസാരശക്തി അല്ലെങ്കിൽ ഒരു മ്ലാനത മുഖത്ത് പടരുന്നത് മനസ്സ് വേദനിക്കുമ്പോൾ, പ്രതീക്ഷകൾ അറ്റുപോകുന്ന നൈരാശ്യത്തിൻ്റെ ഭാവമാണത്. മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥ, മുഖം മ്ലാനമായിട്ട് തീരുന്ന അവസ്ഥ. സന്തോഷത്തോടെ പ്രസന്നതയോടെയുള്ളൊരു മുഖമായിരുന്നില്ല അവരുടേത്. മറിച്ച് അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം അറ്റുപോയതിൻ്റെ ആഘാതത്തിൽ അവരുടെ മുഖം മ്ലാനവദനരായിരുന്നുവെന്നാണ് വചനത്തിൽ പറയുന്നത്. തളർന്നുപോയ ശിഷ്യന്മാർ. ഇതേതൊരു മനുഷ്യൻ്റെ ജീവിതാനുഭവമാണ്. പ്രതീക്ഷകൾ അറ്റുപോകുമ്പോൾ, നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുമ്പോൾ നമ്മൾ തളർന്ന മനുഷ്യരായി മാറും. ഒരുതരം ഡിപ്രഷൻ ബാധിക്കും. ഇന്ന് ലോകത്തിൽ പലർക്കും ബാധിക്കുന്നൊരു പ്രശ്നമാണിത്. ഒരുതരം മ്ലാനത ബാധിച്ച മനുഷ്യർ, തളർന്ന മനുഷ്യർ, മനസ്സ് തളർന്ന വ്യക്തിത്വങ്ങൾ. എന്താ കാരണം? അവരുടെ പ്രതീക്ഷകൾ അറ്റുപോയി. അവർ കണക്ക് കൂട്ടിയതുപോലെ ജീവിതങ്ങൾ മുന്നോട്ട് പോയില്ല. അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ ഒത്തിരി കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം തെറ്റുമ്പോൾ ജീവിതത്തിൽ ഇളക്കമുണ്ടാകുന്നു, അസ്വസ്ഥത വരുന്നു, തളർന്നു പോകുന്നു. ശിഷ്യന്മാരും അതേ ഒത്തിരിയേറെ കണക്ക് കൂട്ടി. ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടവർ അതിശയിച്ചു. ലാസറിനെ ഉയർപ്പിച്ചത് കണ്ട് അവർ അത്യധികം സന്തോഷിച്ചു. യേശുവിൻ്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ചെല്ലാം അവർക്ക് ബോധ്യമായി. പക്ഷെ പിന്നീട് നടന്ന സംഭവങ്ങൾ, അവിടുന്ന് യൂദന്മാരുടെ കൈകളിൽ അകപ്പെടുകയും പിലാത്തോസിന് മുമ്പിൽ നിർത്തപ്പെടുകയും മരണത്തിന് വിധിക്കപ്പെടുകയും അവസാനം കുരിശിൻ ചുമന്ന് കാൽവരി കയറി കുരിശിൽ മരിച്ച് അടക്കപ്പെടുകയും ചെയ്ത അനുഭവം. ഒരു ബലഹീനനായി തീർന്നതുപോലെ അവർക്ക് തോന്നി. യേശു ഇത്രയും ശക്തനായിരുന്ന കർത്താവ്, ഒറ്റ സ്പർശം കൊണ്ട് രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവ്, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച കർത്താവ്, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ കർത്താവ്, അന്ധന് കാഴ്ച കൊടുത്ത കർത്താവ്, അങ്ങനെ അത്ഭുതകരമായ മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവ്, ഇത്രയും ശക്തനായിരുന്ന കർത്താവ് പീഡകളേറ്റ് കുരിശിൽ മരിക്കുന്നത് കണ്ട് തളർന്നു പോയ ശിഷ്യന്മാർ. ആ നൈരാശ്യത്തോടെയാണ് അവർ തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് പോകുന്നത്. അവിടെയാണ് ഈശോ കൂടെ എത്തുക. അങ്ങനെ അവൻ അവരോട് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ മ്ലാനവദനരായിരുന്നു. അവർ ക്ലെയോഫാസ് എന്ന് പറയുന്ന പേര് ഉള്ള ആ ശിഷ്യൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? കാരണം അവൻ സഹയാത്രികനായി അതേ ഡയറക്ഷനിലാണ് വന്നത്. ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്കുള്ള വഴിയിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരോട് കൂടെയാണ് അവൻ എത്തിച്ചേർന്നത്. അപ്പോൾ ജെറുസലേമിൽ തന്നെ വരുന്നവനാണെന്ന് ക്ലെയോഫാസിനറിയാം. അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത മനുഷ്യനാണോ നീ? ഉടനെ ഈശോ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. നമുക്കറിയാം, യേശുവിൻ്റെ പ്രബോധനങ്ങൾ എല്ലാവരെയും അതിശയിപ്പിച്ചിരുന്നു. അത്ഭുതങ്ങൾ എല്ലാവരെയും അതിശയിപ്പിച്ചിരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മഹാനായിരുന്നു, ശക്തനായൊരു പ്രവാചകൻ. അതുകൊണ്ട് അതാണ് അവരുടെ പ്രതീക്ഷ. എന്നാൽ ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. അതാണ് അവരുടെ നൈരാശ്യത്തിന് കാരണം. അവരുടെ മനസ്സ് തളരാൻ കാരണം അതാണ്. ശക്തനായ പ്രവാചകൻ ബലഹീനനായി വധിക്കപ്പെട്ടു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. കണ്ടോ, പ്രതീക്ഷകൾ. അവരുടെ ജീവിതത്തിലെ പ്രതീക്ഷയായിരുന്നു ഇസ്രായേലിനെ മോചിപ്പിക്കുന്ന ശക്തനായ രാജാവാണ് അവിടെ നിന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു.
ആ പ്രതീക്ഷകളെല്ലാം യേശുവിൻ്റെ മരണത്തോടുകൂടി അസ്തമിക്കുകയാണ്. നൈരാശ്യത്തിൻ്റെ അനുഭവം, തളർച്ചയുടെ അനുഭവം. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയെങ്കിൽ പോയിരുന്നു, അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. വീണ്ടും നൈരാശ്യത്തിൻ്റെ അനുഭവം. അവർ തിരിച്ചു വന്നും തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിലരും കല്ലറയിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ അവർ അവിടെ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഈ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ഈശോ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുക. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. കണ്ടോ, ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈശോ പോയപ്പോൾ അവർ സമയം പോയത് അറിഞ്ഞില്ല. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. എന്നാൽ അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ച് ഈശോ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, നാഥ, ഞങ്ങളോടുകൂടി താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി, സന്ധ്യയാകാറായി. ആ ശിഷ്യന്മാർ ഈ യേശുവിൻ്റെ സംഭാഷണമെല്ലാം കേട്ട് മുന്നോട്ട് പോയ ശിഷ്യന്മാർ ഈശോ മുന്നോട്ട് പോകാൻ ഭാവിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞ അവസരത്തിൽ അവർ ഇന്ന് യേശുവിനോട് പറഞ്ഞ വചനമാണ്, നാഥ, ഞങ്ങളോടൊത്ത് താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി, സന്ധ്യയായി, ഇനി നീ മുന്നോട്ട് പോകണ്ട, ഞങ്ങളോടൊത്ത് വസിക്കുക, ഞങ്ങളുടെ കൂടെ താമസിക്കുക എന്ന് പറഞ്ഞ് യേശുവിനെ അവർ ക്ഷണിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അവൻ അവരോടുകൂടി താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ശെമിയോന് പ്രത്യക്ഷപ്പെട്ടുവെന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ, അപ്പം മുറിച്ചപ്പോൾ തങ്ങളവനെ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ അവരും അവരോട് വിവരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയൊരു സന്ദേശം നൽകുന്ന ഭാഗമാണ്. ആ തളർന്നുപോയ ശിഷ്യന്മാർ യേശുവിൻ്റെ വചനത്തിലൂടെ അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കുന്ന അനുഭവത്തിലേക്ക് വരുന്നു. എന്നാൽ യേശുവിനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവിൻ്റെ വചനം വേണ്ട വിധം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കുന്നതായ ഒരനുഭവം. അങ്ങനെ ആത്മീയ സന്തോഷത്തിലേക്ക് അവർ ഉയർത്തപ്പെട്ടതായ അനുഭവം. ഈ അനുഭവത്തിലാണ് ആ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത്, നാഥ, ഈ രാത്രി ഞങ്ങളോടൊത്ത് വസിച്ചാലും എന്ന് പറഞ്ഞ് യേശുവിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്ന ആ ക്ലെയോഫാസും മറ്റേ ശിഷ്യനും. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു പ്രബോധനമാണ്, വലിയൊരു സന്ദേശമാണത്. നമ്മുടെ ജീവിതത്തിലും ഈശോ കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിന് ആനന്ദമാണ്, സന്തോഷമാണ്, ശക്തിയാണ്. എന്നാൽ യേശു അകന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം തളർച്ചയുള്ളതായിട്ട് തീരുന്നു, സന്തോഷം ക്ഷയിച്ചതായിട്ട് തീരുന്നു, നമ്മൾ ബലഹീനരായിട്ട് തീരുന്നു. കർത്താവ് കൂടെയുള്ളപ്പോൾ നമ്മൾ ശക്തരാണ്. അതുകൊണ്ടാണ് ആ യേശു അകന്നു പോകാൻ പോയ നിമിഷത്തിൽ ശിഷ്യന്മാർ യേശുവിനെ ക്ഷണിച്ചത്, നാഥ, ഞങ്ങളോടൊത്ത് വസിച്ചാലും. നമ്മുടെ സഭയിലെ, കത്തോലിക്ക സഭയിൽ 2005 ആണ്ട് പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ദിവ്യകാരുണ്യ വർഷമായിട്ട്, വിശുദ്ധ കുർബാനയുടെ വർഷമായിട്ട് പ്രഖ്യാപിച്ചു. ദൈവകരുണയുടെ വർഷമല്ല, മറിച്ച്
വിശുദ്ധ കുർബാനയുടെ വർഷമായിട്ട്, ദിവ്യകാരുണ്യത്തിൻ്റെ വർഷം. അതിനൊരുക്കമായി 2004 പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ഒരു അപ്പസ്തോലിക ലേഖനമുണ്ട്. ആ ലേഖനത്തിൻ്റെ പേര്, ഈ വിശുദ്ധ വർഷം പ്രമാണിച്ച് അതിനൊരുക്കമായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ എഴുതിയ അപ്പസ്തോലിക ലേഖനത്തിൻ്റെ പേര് മാനെ നൊബിസ്കും ഡോമിനെ എന്നാണ്. മാനെ നൊബിസ്കും ഡോമിനെ. കർത്താവെ ഞങ്ങളോടൊത്ത് വസിച്ചാലും. 2000 വർഷത്തിന് മുമ്പ് കർത്താവ് കൂടെ നടന്നപ്പോൾ ആ ശിഷ്യന്മാരെ യേശുവിനോട് പറഞ്ഞ വചനമാണ്, നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും. 2000 വർഷത്തിന് ഇപ്പുറത്ത് പരിശുദ്ധ പിതാവ് സാർവത്രിക സഭയ്ക്ക് വേണ്ടി മുഴുവനും വേണ്ടി യേശുവിനോട് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞ ആ വചനമാണ് മാനേ നൊബിസ്കും ഡോമേ, നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും. സഭയ്ക്ക് മുഴുവനും വേണ്ടി പരിശുദ്ധ പിതാവ് ഈശോയോട് പറയുകയാണ്, കർത്താവെ ഞങ്ങളോടൊത്ത് വസിക്കണമേ, അങ്ങയുടെ ജനമായ സഭയോടൊത്ത് വസിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വസിക്കണമേ, അങ്ങനെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഈശോയോട് പറയുന്ന ആ തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന നമുക്കും ഈശോയോട് പറയാം, കർത്താവെ ഞങ്ങളോടൊത്ത് വസിക്കണമേ. ഈശോയോട് നമുക്ക് പറയാം. എന്നാൽ ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് നമ്മളൊന്ന് കടക്കണം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം വായിക്കുമ്പോൾ അവർ സീനായ് മലയുടെ അടിവാരത്ത് കൂടാരമടിച്ച് താമസിക്കുന്ന കാലം, അവിടെ ദൈവമായ കർത്താവ് മോശയോട് പറയുന്നു, ഇസ്രായേൽ ജനത്തോട് കൂടാരമിളക്കി യാത്ര ചെയ്യാൻ നീ പറയുക. അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. അവിടെ പറയുകയാണ്, കർത്താവ് മോശയോട് കൽപ്പിച്ചു, നീയും ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്തതികൾക്കായി നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് യാത്രയാവുക. മുന്നോട്ട് പോകാൻ പറയുക. ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കും. കനാൻകാരെയും അമോര്യരെയും ഹിസ്ത്യരെയും പെരസ്യരെയും ഹിവ്യരെയും ജബുൽസ്യരെയും ഞാൻ ഓടിച്ചു കളയും. തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് നിങ്ങൾ യാത്രയാകുവിൻ. എന്നാൽ ഞാൻ നിങ്ങളോടുകൂടി വരുന്നില്ല. വന്നാൽ നിങ്ങളുടെ ദുശാഠ്യ നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ ഞാൻ നശിപ്പിച്ച് കളയും. ഇതാണ് വചനം. അപ്പം ദൈവമായ കർത്താവ് മോശയോട് അരുളി ചെയ്യുകയാണ്, നിന്റെ ജനത്തെയും കൂട്ടി നീ യാത്രയാവുക. പക്ഷെ ഒരു കാര്യം, ഇനി മുതൽ ഞാൻ നിൻ്റെ കൂടെ വരികയില്ല. ഇതാണ് ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞ കാര്യം. അപ്പോൾ മോശ പറയുകയാണ്, അശുഭമായ ഈ വാർത്ത കേട്ട് അവർ വിലപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അശുഭകരമായ വാർത്ത, ശുഭകരമായ വാർത്തയല്ല, മംഗളവാർത്തയല്ലായിരുന്നത്. കാരണം എന്താ? ദൈവമായ കർത്താവ് പറയുകയാണ്, ഇനിമേൽ ഞാൻ നിങ്ങളോടൊപ്പം വരികയില്ല, നിങ്ങൾ തന്നെ പോയാൽ മതി. പക്ഷെ മോശയ്ക്കറിയാം, ദൈവം കൂടെ അല്ലെങ്കിൽ, ദൈവം കൂടെ വരുന്നില്ലെങ്കിൽ അവർ ശക്തിഹീനമായ ഒരു ജനതയായിട്ട് മാറും, ശക്തിരഹിതരായ ഒരു ജനതയായിട്ട് മാറും. കണ്ടോ, അവർ വിലപിച്ചു. ആരും ആഭരണങ്ങൾ അണിഞ്ഞില്ല. അവർ ആഘോഷങ്ങളെല്ലാം നിർത്തി, ആഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ചു. കാരണം എന്താ? ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അവർ അസ്വസ്ഥരായി. കാരണം കർത്താവ് ഇനി നമ്മുടെ കൂടെ വരികയില്ല. അതിൻ്റെ കാരണം അതിനു മുമ്പുള്ള അധ്യായം വായിച്ചാൽ മതി, നമുക്ക് മനസ്സിലാകും. ദൈവത്തെ അവർ വേദനിപ്പിച്ച്, പാപം ചെയ്ത് പ്രമാണങ്ങൾ ലംഘിച്ച് അവർ ദൈവത്തെ വേദനിപ്പിച്ചു. മോശ പ്രാർത്ഥിക്കാനായി സീനായ് മലയുടെ മുകളിൽ പോയപ്പോൾ താഴെ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആ കാളക്കുട്ടിയെ ആരാധിച്ച് ഇത്രയെല്ലാം നന്മകൾ ചെയ്ത് അവരെ വളർത്തിക്കൊണ്ടുവന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ദൈവത്തെ മറന്ന് അവർ പ്രവർത്തിച്ചത് വഴി ദൈവം വേദനിച്ച്, ആ വേദനയിലാണ് ദൈവരോട് പറഞ്ഞത്, ഇനി ഞാൻ നിങ്ങളോടൊപ്പം വരികയില്ല. എന്നാൽ നേതാവായിരുന്ന മോശയ്ക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായി. മോശ നിലവിളിച്ച സമാഗമ കൂടാരത്തിൽ പോയി സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ കരുണ തോന്നണം,
അവസാനം ദൈവം പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും വരികയില്ല, വന്നാൽ അവരെ നശിപ്പിച്ച് കളയും. കാരണം ഞാൻ ദേഷ്യം വന്നാൽ, കോപം വന്നാൽ ആ കോപത്തിൽ അവരെ നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പൊയ്ക്കോളാൻ പറഞ്ഞത്. പക്ഷേ ദൈവം കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ മോശ ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞു, ദൈവമേ, നീ എന്നോട് എപ്പോഴും പറയാറുണ്ട് നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്ന്. കണ്ടോ, മോശ പറയുന്ന വാക്യതാണ്, 12 മുതലുള്ള വാക്യങ്ങൾ. മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു, എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നുവെന്ന് അവിടുന്ന് പറയുന്നു. കണ്ട, മോശ ദൈവത്തോട് പറയുകയാണ്, നീ എപ്പോഴും പറയാറുണ്ട് നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അങ്ങനെ സംപ്രീതനാകണമെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. കണ്ടോ, മോശ ദൈവത്തോട് പറയുകയാണ്, അങ്ങ് ഞങ്ങളോടൊപ്പം വരിക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അവസാനം മോശയുടെ നിലവിളിയും പ്രാർത്ഥനയും കേട്ട് ദൈവം എല്ലാ കുറ്റങ്ങളും ക്ഷമിച്ച് ആ ജനത്തോട് കരുണ കാണിക്കുന്നു. അവസാനം ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ സംപ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറഞ്ഞ് പിന്നീട് മോശയെ ദൈവം നയിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, മോശയുടെ പ്രാർത്ഥന അതായിരുന്നു, ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൂടെ വസിക്കണം, ഞങ്ങളെ നയിക്കണം. ഇത് തന്നെ നമ്മളും ആവർത്തിക്കണം. നമ്മുടെ ജീവിതത്തിലെ കർത്താവ് അകന്നു പോയാൽ, കർത്താവ് നമ്മളോട് കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ശക്തിഹീനരാകും. നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമാകും, നമ്മുടെ ഇടവക സമൂഹങ്ങൾ ശിഥിലമാകും, തിരുസഭ ശിഥിലമാകും, ശക്തിയില്ലാത്തതാകും. അവിടെയെല്ലാം ഈശോയെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ, ക്ഷണിക്കാൻ നമുക്ക് കഴിയും. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തെ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ നാഥനായിട്ട് വാഴണം, എൻ്റെ കുടുംബത്തിൽ അങ്ങ് നാഥനായിട്ട് വാഴണം, എൻ്റെ ഇടവകയിൽ അങ്ങ് നാഥനായിട്ട് വാഴണം, തിരുസഭയിൽ അങ്ങ് നാഥനായിട്ട് വാഴണം. ഈശോ നാഥനായിട്ട് വാഴുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുവചനം ശ്രവിച്ചവരായ നമുക്ക് നമ്മുടെ കർത്താവിനോട് സ്നേഹത്തോടുകൂടി പറയാം, ഈശോയെ, അങ്ങ് ഞങ്ങളോടൊത്ത് വസിക്കണമേ. നമ്മുടെ ഇടവകയുടെ ബലം നമുക്കറിയാം. ആ ഇടവക ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന യേശുവിൻ്റെ തിരുസാന്നിധ്യമാണ്. വിശുദ്ധ കുർബാനയിൽ കുടികൊള്ളുന്ന യേശുവിൻ്റെ സാന്നിധ്യം. ആ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ സഭയ്ക്ക് ബലമാണ്. കർത്താവ് കൂടെയുള്ളപ്പോൾ നമ്മൾ ശക്തരായിത്തീരും. ആ ദൈവത്തോട് കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു തിരിച്ചറിവോടുകൂടി ജീവിക്കുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഓരോ കുടുംബങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ്. ആ കുടുംബങ്ങൾ വെഞ്ചരിച്ച് നമ്മൾ ദൈവത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ, ആ വെഞ്ചരിക്കുന്ന ദിവസം നമ്മൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കർമ്മം എന്ന് പറയുന്നത് തിരുഹൃദയ പ്രതിഷ്ഠയാണ്. യേശുവിൻ്റെ തിരുഹൃദയ രൂപം വെഞ്ചരിച്ച് പ്രതിഷ്ഠിച്ചിട്ട് വൈദികൻ പ്രതിഷ്ഠാജപം ഏറ്റുചൊല്ലി കൊടുക്കും. കുടുംബാംഗങ്ങൾ അത് എല്ലാവരും മുട്ടുമേൽ നിന്ന് അത് ഏറ്റുചൊല്ലും. ആ പ്രതിഷ്ഠയെ നമ്മൾ ഏറ്റുപറയുന്നത്, ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തിൻ്റെ രാജാവായി ഞങ്ങൾ അങ്ങയെ അംഗീകരിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനായി അങ്ങ് വാഴണമേ, ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ, ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം അങ്ങ് ആശീർവദിക്കണമേ, ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കർത്താവിനോട് നമ്മൾ പറയുകയാണ്, ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായി, രാജാവും രക്ഷകനുമായി അങ്ങയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ബലമായിരിക്കട്ടെ. ഈശോ നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കുന്നു. അവിടത്തേക്ക് സന്തോഷത്തോടെ ആ കുടുംബത്തിൽ വസിക്കുവാൻ ഇടയാകത്തക്ക വിധം നമ്മൾ ജീവിക്കണം. ആ യേശുവിന് വേദന ഉണ്ടാക്കുന്നതൊന്നും ചെയ്യുവാൻ അവിടെ ഇടയാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ കർത്താവിനോട് ഒത്തു വസിച്ചുകൊണ്ട്, കർത്താവെ ഞങ്ങളോടൊത്ത് വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം ഒരു ജീവിതം നയിക്കുവാൻ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ എമ്മാവുസിലെ ശിഷ്യന്മാരെ പോലെ നമുക്ക് ഈശോയെ നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായിട്ട് വാഴാൻ ക്ഷണിക്കാം. യേശുവിൻ്റെ നാഥനായിട്ട് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കുടുംബങ്ങളിലും ഈശോ നാഥനായിട്ട് വാഴട്ടെ. ആ യേശുവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ ഈശോയെ, നിങ്ങളുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങനെ കാണുന്നുണ്ടല്ലോ.
ആ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ അങ്ങയെ ക്ഷണിച്ചതുപോലെ ഞങ്ങളും അങ്ങയെ ക്ഷണിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളോടൊത്ത് വസിക്കണമേ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ അങ്ങ് നാഥനായിട്ട് വാഴണമേ. എൻ്റെ കുടുംബത്തിൽ അങ്ങ് നാഥനായിട്ട് വാഴണമേ. കർത്താവേ, ഞങ്ങളുടെ സഭയിലും സമൂഹത്തിലും എല്ലാം അങ്ങ് നാഥനായിട്ട് വാഴണമേ. അങ്ങയെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. എല്ലായ്പ്പോഴും അങ്ങയോടുള്ള സ്നേഹത്തെ ജീവിച്ചുകൊണ്ട്, അങ്ങയ്ക്ക് സംപ്രീതിയുള്ള വ്യക്തികളായിട്ട് ജീവിച്ചുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രാജാവും രക്ഷകനുമായി വാണുകൊണ്ട് ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. ഈശോയെ, ഞങ്ങളുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി ഉണർത്തിയതുപോലെ ഞങ്ങളുടെ വചനത്താലും കൃപകളാലും ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിൽ ആരെങ്കിലും മനസ്സ് തളർന്നു പോയ വ്യക്തികളുണ്ടെങ്കിൽ, പ്രത്യാശകൾ നഷ്ടപ്പെട്ട, പ്രതീക്ഷകൾ അസ്തമിച്ച് തളർന്നു പോയ ജീവിതങ്ങളുണ്ടെങ്കിൽ ഈശോയെ കടന്നു ചെല്ലണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദിവ്യ സാന്നിധ്യം കൊണ്ട് ഇപ്പോൾ തന്നെ അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അഭിഷേകവും ശക്തിയും നൽകി അവരുടെ ജീവിതങ്ങളെയും ഉണർത്തണമേ. ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.